18-ാം ദിവസം ജ്ഞാനികൾ. കരളിലൊരു ദേശവും കപടമില്ലാത്തവർ കരുതുന്നു ജഗദീശ്വരനായി നിന്നെ. എവിടെയോ വായിച്ചൊരു കവിതയിലെ വരികളാണ്. നിർമ്മല ഹൃദയർ ഈശ്വരനെ തേടുകയും അവൻ്റെ സാന്നിധ്യത്താൽ ആഹ്ലാദിക്കുകയും ചെയ്യുമ്പോൾ സ്ഥാപിത താല്പര്യക്കാരായ കപടഭക്തർ പരിഭ്രമിക്കുകയും ഭയചകിതരാകുകയുമാണ്. ഉണ്ണിയേശുവിൻ്റെ അടുക്കലെത്തിയ ജ്ഞാനികൾ, അതായത് പൂജരാജാക്കന്മാർ, നിർമ്മല ഹൃദയരുടെ ഗണത്തിൽപ്പെട്ടവരും യഥാർത്ഥ സത്യത്തെ തേടിപ്പോകാൻ തക്ക വിനയമുള്ളവരുമായിരുന്നു. രാജകൊട്ടാരത്തിൻ്റെ സുഖലോലുപതയിലോ അധികാരത്തിൻ്റെ ഗർവിലോ ആയിരുന്നില്ല അവരുടെ യാത്ര. ഒരു നക്ഷത്രവെട്ടത്തിന് പിറകെ മരുഭൂമിയുടെ വിജനതയിലൂടെ കിലോമീറ്ററുകൾ നീറുന്ന ദുർഘടമായ പാതയിലൂടെ അവർ സഞ്ചരിച്ചു. യൂതന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന ചോദ്യം അവരുടെ നാളുകളായി നീണ്ട യാത്രയുടെ ലക്ഷ്യമായിരുന്നു. യഥാർത്ഥത്തിൽ ജ്ഞാനികൾ ലൗകിക ജ്ഞാനത്തിൻ്റെ പ്രതിനിധികളായിരുന്നു. നക്ഷത്രങ്ങളെ വായിച്ചറിയുന്നവർ, ശാസ്ത്രത്തിലും തത്വചിന്തയിലും പ്രാവീണ്യമുള്ളവർ. എങ്കിലും അവരുടെ ജ്ഞാനം അവരെ അഹങ്കാരത്തിലേക്കല്ല, മറിച്ച് ആരാധനയിലേക്കാണ് നയിച്ചത്. കുഞ്ഞായ യേശുവിൻ്റെ മുമ്പിൽ അവർ മുട്ടുകുത്തി. അതുവഴി ബൈബിൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, യഥാർത്ഥ ജ്ഞാനം ദൈവസന്നിധിയിൽ വിനയമായി മാറുന്നു. അവർ അർപ്പിച്ച സമ്മാനങ്ങളും അർത്ഥസമ്പുഷ്ടമായിരുന്നു. ഒരു ശിശുവിൻ്റെ ജീവിതപഥം ഇവയിൽ നിശബ്ദമായി കോറിയിട്ടിട്ടുണ്ട്. പൊന്നും മീറയും കുന്തിരിക്കവും യേശുവിനെ രാജാവായി, ദൈവപുത്രനായി, മനുഷ്യർക്കായി കുരിശിൽ അർപ്പിക്കപ്പെടുന്നവനായി അടയാളപ്പെടുത്തുന്നു. ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ജ്ഞാനികളുടെ കഥ നമ്മോടും ചോദിക്കുന്നു, നാം തേടുന്നത് എന്താണ്? നമ്മുടെ ജ്ഞാനം നമ്മെ എവിടേക്കാണ് നയിക്കുന്നത്? നക്ഷത്രത്തിൻ്റെ വിളി കേൾക്കാൻ നമുക്ക് മനസ്സുണ്ടോ? ഈ ചോദ്യങ്ങൾ നമുക്ക് മുൻപിൽ ജ്ഞാനികൾ ഉയർത്തുന്നുണ്ട്. ക്രിസ്മസിലെ ജ്ഞാനികൾ കാലത്തിനപ്പുറമുള്ള തീർത്ഥാടകരാണ്. അവർ നമ്മെ പഠിപ്പിക്കുന്ന പാഠം ഇതാണ്: ദൈവത്തെ തേടുന്ന ഹൃദയം എവിടെയുണ്ടോ അവിടേക്ക് ദൈവത്തിൻ്റെ വെളിച്ചം വഴികാട്ടും. വിനയത്തോടെയും ആരാധനയോടെയും ആ വെളിച്ചത്തെ സ്വീകരിക്കുന്നവർക്കാണ് യഥാർത്ഥ ക്രിസ്മസിൽ പങ്കുചേരാൻ പറ്റുന്നത്. ആമേൻ.